പുട്ട് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? ഇന്ന് വളരെ സ്വാദോടു കൂടിയ പാൽപുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാട്ടോ. ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ പുട്ടൊക്കെ നനച്ച് കൊടുക്കുന്നത് പോലെ പാലൊഴിച്ച് നനച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിക്കുമ്പോൾ ഫ്ലേവറിന് വേണ്ടി 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്ത് 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ക്യാരറ്റ് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്നാൽ 1/2 കപ്പ് തേങ്ങ ചിരുകിയതും കൂടെ ഇട്ട് കൊടുത്ത് ക്യാരറ്റും തേങ്ങ ചിരുവിയതും കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ആക്കിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ മിക്സ് നനച്ച് വെച്ച പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പുട്ട് സെറ്റാക്കിയെടുക്കാം. ഫസ്റ്റ് ലെയർ തയ്യാറാക്കിയെടുത്ത ക്യാരറ്റിൻ്റെ കൂട്ടും പിന്നെ പുട്ടുപൊടിയും പിന്നെ വീണ്ടും ക്യാരറ്റിൻ്റെ കൂട്ടും കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. പാൽപുട്ട് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.